പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അലൻ ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇന്നലെ അമ്മയെ കാട്ടാന ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെ കാട്ടാനയുടെ കുത്തേൽക്കുകയായിരുന്നു. വനംവകുപ്പിന്റെ അനാസ്ഥ ആരോപിച്ച് മുണ്ടൂരിൽ നിന്ന് CPIMന്റെ ഹർത്താലാണ്. ശ്രീകുമാരൻ മുണ്ടൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്ത്, വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വരുന്നത് സ്വാഭാവികവുമാണ്. ഒരു ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. അലന്റെ അമ്മയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് പുതിയ എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവെക്കാനുണ്ടോ? നാട്ടുകാരുടെ പ്രതിഷേധം, പുതിയ വിവരങ്ങൾ ശ്രീത്ത്. ടീക്കറീത്ത് ഇക്കാര്യത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ 7 വർഷത്തിനിടെ 4 മരണം എന്ന ഒരു കണക്കാണ് മുണ്ടൂർ നിവാസികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കയറാങ്കോടാണ്. കയറാങ്കോടം ആ പ്രദേശത്തേക്ക് മറ്റു മേഖലകളിലേക്ക് എത്തിപ്പെടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇന്നലെ ഈ പ്രദേശത്തൂടെ കണ്ണാടൻ ചോല എന്നാണ് ആ മേഖലയുടെ പേര്, ഈ പ്രദേശത്തുകൂടെയാണ് പോകേണ്ടത്. പക്ഷേ അവിടേക്കുള്ള യാത്ര പോലീസ് പൂർണ്ണമായി ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങോട്ട് ആരും പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. ആ പ്രദേശത്ത് നിരവധി വീടുകളുണ്ട്. അവിടുത്തെ പല ആളുകൾക്കും രാത്രി അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. പോലീസിന്റെ ഒരു സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അപ്പുറത്തുണ്ട്. ഈ 3 ആനകളാണ് ആ പ്രദേശത്തൂടെ സാധാരണയായി വരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ കാട്ടാനകൾ കൃത്യമായ രീതിയിൽ അതിലൊരു ആന ഒറ്റപ്പെട്ട് ആക്രമണം നടത്തിയെന്നാണ് പറയുന്നത്. ഇന്നലെ നേരത്തെ ഈ വിജിയെ ആക്രമിക്കുന്നത് കണ്ട് കാട്ടാന കൃത്യമായ രീതിയിൽ വരികയായിരുന്നു എന്ന് പറയുന്നു. നമുക്ക് ഇവിടുത്തെ ഒരു ചേട്ടനുണ്ട്, ഈ പ്രദേശവാസിയായ ചേട്ടൻ. ആ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, കുറേയധികം വീടുകളുണ്ടോ ആ പ്രദേശത്ത്? അവരിന്റെ മല അടിവാരത്തിലെ ഒരു 5-8 വീടുകളുണ്ട്. ഈ സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു മേഖല തന്നെയാണോ? എത്ര ആനകളുണ്ട് ഈ പ്രദേശത്ത്? സ്ഥിരമായിട്ട് വരുന്നുണ്ട് അല്ലേ? സ്ഥിരമായിട്ടുണ്ട്. നശിപ്പിക്കാനൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇങ്ങനെ നടന്ന് ആ പ്രദേശത്തേക്ക് വാഹനമൊക്കെ എത്തിപ്പെടുന്ന മേഖല എങ്ങനെയായിരുന്നു ഇന്നലെ വന്നിരുന്നെന്ന് നമുക്ക് പറഞ്ഞു കേട്ടത്? കടയിൽ പോയിട്ട് വീട്ടിലേക്ക് പോയി എന്നാണ് അറിയപ്പെട്ടത്. അതിനെ കുറിച്ച് വേറെ എനിക്കൊന്നും അറിയില്ല. തീർച്ചയായും കുറേയധികം വീടുകളുണ്ട്. 7 വർഷത്തിനിടെ 4 മരണം, അങ്ങനെ ഒരു കണക്കാണ് മുണ്ടൂർ ഉണ്ട്. ചേട്ടൻ പറഞ്ഞ 7 വർഷത്തിനിടെ 4 മരണം എന്നൊരു കണക്ക് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കാട്ടാനകളുടെ ആക്രമണം ഈ വിജിയുടെയും അദ്ദേഹത്തിന്റെ ഭർത്താവ് ജോസഫിന്റെയും വിവാഹ വാർഷികമായിരുന്നു. അങ്ങനെയാണ് കൊല്ലത്തോ മറ്റോ ജോലി ചെയ്യുകയായിരുന്ന മകൻ ഇവിടേക്ക് വരുന്നത്, ഈ പ്രദേശത്തേക്ക് വരുന്നത് അതിനുവേണ്ടിയാണ്, നല്ല ആഘോഷത്തിന് വേണ്ടിയാണ്. അങ്ങനെയാണ് പുതുപ്പെരിയാരത്ത് ഇത്തരത്തിൽ ഒരു സഹോദരിയുടെ വീടുണ്ട്. ആ സഹോദരിയുടെ വീട്ടിൽ പോയി ആ ആഘോഷമൊക്കെ കഴിഞ്ഞ് അമ്മയും മകനും തനിച്ച് നടന്നു പോവുകയായിരുന്നു. അപ്പോൾ വിജി ആദ്യം ആക്രമിച്ചു. പിന്നാലെ വന്ന ഇദ്ദേഹത്തെ, ഈ പറയുന്ന അലൻ ജോസഫിനെയും ആക്രമിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ ഉള്ളത് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ CPIMന്റെ ഒരു ശക്തി കേന്ദ്രമായ ഒരു മേഖലയാണ്. സ്വാഭാവികമായി അവർ വലിയ പ്രതിഷേധം ഈ ഒരു ഘട്ടത്തിൽ തന്നെ നടത്തുമെന്ന് അറിയിച്ചു കഴിഞ്ഞു. CPIM നേതാവ് PA ഗോകുൽദാസ് ഇന്നലെ തന്നെ രാത്രിയോടുകൂടി തന്നെ ഹർത്താൽ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായി ഇന്ന് വലിയ പ്രതിഷേധം ഈ മേഖലയിൽ നിന്ന് വനംവകുപ്പിനെതിരെ ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വനംവകുപ്പിന്റെ അനാസ്ഥ നിരവധി തവണ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടും അവർ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നില്ല എന്ന് പ്രാദേശിക ജനപ്രതിനിധികളടക്കം ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം നടക്കും. വിജിയുടെ ആരോഗ്യനില സംബന്ധിച്ച് അവർക്ക് ജീവന് ഭീഷണിയില്ലെങ്കിലും മുതുകിലും അതുപോലെ തന്നെ ചെവിക്കുമൊക്കെ പരിക്കുണ്ട്. പ്ലാസ്റ്റിക് സർജറി വേണമെന്നാണ് കൃത്യമായ രീതിയിൽ ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിജിയെ മാറ്റിയിട്ടുള്ളത്. ജീവന് ഭീഷണിയില്ല, പക്ഷേ കാര്യമായ രീതിയിലുള്ള പരിക്കുകൾ അവർക്കും ഏറ്റിട്ടുണ്ട്. TK ശ്രീതി, ഈ മേഖല അത് തുടർച്ചയായി ഈ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ്. അത് കൃഷിനാശം എന്ന നിലയിലൊക്കെയായിരുന്നു മുമ്പെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ജീവൻ നഷ്ടമാവുന്ന നിലയിലേക്ക് അത് പോകുന്നു. സാധാരണ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അവർ വിളിക്കുന്നു. അവർ വന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് ആനയെ കാട് കയറ്റുക എന്ന നടപടിയാണ് സ്വീകരിക്കാറ്. ഇന്നലെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരുന്നു. ഇങ്ങനെ ഈ ആനകളെ തുരത്തുക എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടാവുന്നുണ്ടോ? ഈ ആനകളെ കാട് കയറ്റി നാട്ടുകാരുടെ ഭീതി അകറ്റാൻ വേണ്ട എന്ത് നടപടികളാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ശ്രീത്? ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നലെ A പ്രഭാകരൻ മലമ്പുഴ MLA അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ, നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മറ്റു മാർഗങ്ങളില്ല. വാളയാർ മുതൽ കല്ലടിക്കോട് മേഖല വരെ വനത്തിനുള്ളിൽ നിന്നുള്ള കാട്ടാനകൾ പൂർണ്ണമായി ഇങ്ങോട്ട് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നതെന്നാണ് പറയുന്നത്. വേനൽ കടുത്തു നിൽക്കുകയാണ്. അവിടെ ഒന്നും തന്നെ കാടിനകത്ത് ഒന്നും തന്നെ ഭക്ഷണവും വെള്ളവും കിട്ടാത്ത സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കാട്ടാനകൾ സ്ഥിരമായ രീതിയിൽ നാട്ടിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കും
സൂചിപ്പിക്കുന്നത് പതിവായ ഒരു കാഴ്ചയാണ്. പരാതികളാണ് ജനപ്രതിനിധികൾക്ക് മുൻപിൽ നിരവധി തവണ വന്നിട്ടുള്ളത്. അവർക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറയുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല. നമ്മുടെ വന നിയമങ്ങളെല്ലാം കർശനമാണ്. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന് അത്തരത്തിലുള്ള ഇടപെടൽ വനത്തിനുള്ളിൽ നടത്തുന്നതിലും പരിമിതി ആളുകൾക്കുമുണ്ട്, അതുപോലെ തന്നെ വനംവകുപ്പിനുമുണ്ട് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായി ഇത്തരത്തിൽ ചട്ടങ്ങളും നിയമങ്ങളും മാറ്റിയാലല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്ന് അവർ പറയുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വരുന്നു, അവർ വരുന്നു, പടക്കം പൊട്ടിക്കുന്നു, കാട്ടാനകൾ അകത്തേക്ക് കുറച്ച് പോകുന്നു. പക്ഷേ വനത്തിനുള്ളിലേക്ക് കാട്ടാനകളെ തുരത്താൻ ആവശ്യമായ നടപടികളിലേക്ക് കടക്കുന്നില്ല എന്ന ആക്ഷേപമാണ്. എന്തായാലും ഒരു 7:30 മണിയോടുകൂടി വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ CPIM നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. 9 മണിയോടുകൂടി BJPയുടെ മാർച്ചുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ആളുകൾ, ചേട്ടൻ അവിടെ താമസിക്കുന്ന ആളാണോ? ഇവിടെ തന്നെ നമ്മളിവിടെയാണ്. സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു മേഖലയാണ്. ഇതിനു മുമ്പ് ആക്രമണം ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരത്തുണ്ടായിരുന്നല്ലോ 3-4 കൊല്ലം മുന്നേ. വനംവകുപ്പ് വരാറുണ്ടോ ഇങ്ങോട്ട്? അവര് ഓടുന്നുണ്ട്, ഫുള്ളായിട്ട് ഓടുന്നുണ്ട്, ശോധന നടത്തുന്നുണ്ട്, ഓടിക്കുന്നു. രാവുമ്പായാലും ഓടുന്നുണ്ട്, ജീപ്പും കൊണ്ട് ഓടുന്നുണ്ട്, കണ്ട പടക്കം പൊട്ടിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ, അല്ലാതെ വേറെ മാർഗ്ഗമില്ല അല്ലേ? രക്ഷയില്ല. ഇതാണ് ചേട്ടൻ്റെ പേരെന്തായിരുന്നു? പേരെന്തായിരുന്നു? വീരാൻകുട്ടി. എത്ര കാലം ഈ പ്രദേശത്ത് താമസിക്കും? നമ്മള് 10-65 കൊല്ലം വെച്ച് ഇങ്ങനെ സ്ഥിരമായ അപ്പോഴൊന്നും ഇല്ലല്ലോ, ചേർന്ന പ്രദേശം കുറച്ച് കൊല്ലങ്ങളായിട്ടല്ലേ ഉള്ളൂ. അദ്ദേഹം ഒരു 65 വയസ്സ് ഉള്ള മനുഷ്യനാണ്. അദ്ദേഹം പറയുന്ന ആ സമയത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പോലീസുകാർ അങ്ങോട്ടുള്ള യാത്രയടക്കം കൃത്യമായി പറഞ്ഞ് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാണ് പോകുന്നത്. തൊട്ടപ്പുറത്തെ വീട്ടുകാരനാണെങ്കിൽ അവർക്ക് പോകാം, അല്ലാതെ അങ്ങോട്ട് കണ്ണാടൻ ചോല എന്ന മേഖലയിലേക്ക് കടന്നു പോകാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് കൃത്യമായ രീതിയിൽ അറിയിക്കുന്നുണ്ട്. എന്തായാലും സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്ന, അല്ലെങ്കിൽ ഒരു 3 ആനകൾ തമ്പടിച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിൽ ഇപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ട്. അവർ ആനകളെ തുരത്താൻ ആവശ്യമായ നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും മറ്റു തരത്തിലേക്ക് പോകുന്നില്ല. കാര്യമായ രീതിയിലുള്ള ഇടപെടൽ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. 4 വർഷം മുൻപ്, നേരത്തെ ആ ചേട്ടൻ പറഞ്ഞ പോലെ 4 വർഷം മുമ്പ് തൊട്ടപ്പുറത്ത് മുണ്ടൂരിലെ മേഖലയിൽ തന്നെ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും വലിയ പ്രതിഷേധം വനംവകുപ്പിനെതിരെ ഉയരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചേട്ടൻ പറഞ്ഞു, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോകുന്നുണ്ട്, പടക്കം പൊട്ടിക്കുന്നുണ്ട്, കാട്ടാനകൾ കുറച്ച് ദൂരം പോകും, പക്ഷേ പിന്നെയും രാത്രി തിരിച്ചു വരും, അല്ലെങ്കിൽ മറ്റു സമയങ്ങളിൽ തിരിച്ചു വരും. ഈ സമയങ്ങളിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ ആശ്രയമായ ഒരു ചെറുപ്പക്കാരനാണ് ഇങ്ങനെ ഒരു ദാരുണാന്ത്യം ഉണ്ടാവുന്നത്. ഈ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ അതൊരു നഷ്ടം നികത്തുന്ന നടപടി, അല്ലെങ്കിൽ ഒരു സഹായധനം എന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള നടപടികളൊക്കെ എങ്ങനെയാണ് ആലോചിക്കുന്നത് ശ്രീജിത്ത്? ഇന്നലെ എ പ്രഭാകരൻ MLA-യും അതുപോലെ തന്നെ ഇവിടുത്തെ CPIM നേതാവ് PA ഗോകുൽദാസും ഒക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് സഹായധനം അടിയന്തരമായി തന്നെ റിലീസ് ചെയ്യണം. അത് ആ കുടുംബത്തിന്, അലൻ ജോസഫിന്റെ കുടുംബത്തിന് സഹായധനം അടിയന്തരമായി തന്നെ നൽകണം. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഈ പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഈ സംസ്കാരത്തിന് മുൻപ് തന്നെ ഇത്തരത്തിൽ അടിയന്തരമായി ധനസഹായം വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത്തരത്തിൽ കുടുംബങ്ങൾ അത്ര വലിയ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബങ്ങളൊന്നുമല്ല. ഈ അമ്മയുടെ ചികിത്സയ്ക്ക് എന്തായാലും കാര്യമായ രീതിയിലുള്ള ചിലവ് വരും. പ്ലാസ്റ്റിക് സർജറി അടക്കം ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരിക്കുകയാണ്. പല ചെവിയുടെ ഭാഗത്ത് വലിയ തോതിലുള്ള മുറിവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക് സർജറി അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. ഇതിനും ഈ ചികിത്സാ ചെലവും വഹിക്കണം വനംവകുപ്പ് എന്ന ഒരാവശ്യമാണ് ഉന്നയിക്കുന്നത്. അതിൽ ചട്ടങ്ങളോ നിയമങ്ങളോ ഒന്നും തന്നെ നോക്കാതെ അടിയന്തരമായി തന്നെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണം, അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം. ഇന്ന് ഉച്ചവരെയാണ് CPIM ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന്റെയും BJPയുടെയും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ അടിയന്തരമായ ധനസഹായ വിതരണം നടത്താൻ ജില്ലാ കളക്ടറോടും അതുപോലെ തന്നെ DFO അടക്കമുള്ള ആളുകളോടുമൊക്കെ സർക്കാരുമായി ബന്ധപ്പെടാൻ, സർക്കാരിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാൻ ഇതിനകം തന്നെ ഇവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ ശക്തമായൊരു പ്രതിഷേധം എന്ന തരത്തിലേക്ക് തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം നടക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം ഒരു 9 മണിയോട് അല്ലെങ്കിൽ 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം ജില്ലാ ആശുപത്രിയിൽ നടക്കും. അതിനുശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങൾ, വലിയ പ്രതിഷേധത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും വളരെ സങ്കടകരമായ വാർത്തയാണ് ഇന്നലെ വൈകുന്നേരത്ത് ഒരു 8 മണിയോടുകൂടി നമ്മളെല്ലാം ബ്രേക്ക് ചെയ്തത്. ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകുന്നത് മുണ്ടൂരിൽ നിന്ന്. വളരെ വേദനാജനകമായ വാർത്തയാണ്. ഒരു ചെറുപ്പക്കാരനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാവുന്നത്. മരിച്ച അലൻ ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ 10 മണിയോടുകൂടി ജില്ലാ ആശുപത്രിയിൽ ആരംഭിക്കും. അമ്മയെ കാട്ടാന ആക്രമിക്കുന്നത് കണ്ട് അത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കാട്ടാനയുടെ കുത്തേൽക്കുന്നത്. വനംവകുപ്പിന്റെ അനാസ്ഥ ആരോപിച്ചുകൊണ്ട് മുണ്ടൂരിൽ നിന്ന് CPIM ഉച്ചവരെ ഹർത്താൽ തീരുമാനിച്ചിട്ടുണ്ട്.